പ്രിയപ്പെട്ടവരെ നോക്കൂ, അധർമ്മികളെ ഇല്ലാതാക്കാൻ മഹാവിഷ്ണുവിന്റെ ദിവ്യായുധമായിരുന്ന സുദർശന ചക്രം ഉപയോഗിച്ച പാക് മിസൈലുകളെ നിർവീര്യവും നിഷ്പ്രഭവുമാക്കി ഭാരതം. നോട്ട് ദ ഫസ്റ്റ് പോയിന്റ്, നോട്ട് ഇന്ത്യ, ഭാരതം. പ്രണാമം ഗോപാൽജി. സുബേഷ് ജി. ഞാൻ സുഭാഷ് ജി. ഞാൻ രമേഷ് ജി. ഓ ഹായ് പാർലേ ജി. മൂഞ്ചി. അധർമ്മികളെ നിഷ്പ്രഭമാക്കാൻ മഹാവിഷ്ണുവിന്റെ ആയുധമായിട്ടുള്ള സുദർശന ചക്രം ഇന്ത്യക്കാര് കടം വാങ്ങിച്ചു പോലും. ആരോട്? മഹാവിഷ്ണുവിനോട്. ഞാൻ ആരോ ഏട്ടാ, ഇത്രയും വലിയൊരാളുടെ മോൻ. അത് ഇന്ത്യ അങ്ങോട്ട് അയച്ച ഒരു മിസൈലിന് നൽകിയ പേര് മാത്രമാണ്. പക്ഷെ ഇയാളുടെ സംസാരം കേൾക്കുമ്പോൾ മഹാവിഷ്ണു നേരിട്ട് വന്ന് സുദർശന ചക്രം ഇങ്ങനെ കറക്കി പാകിസ്ഥാനിലോട്ട് ഇങ്ങനെ എറിഞ്ഞ പോലെ. മരിച്ചുപോയ എന്റെ അമ്മയാണ് സത്യം, എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രത്തിന്റെ കഥ. അവന്മാര് പെട്രോളിനെ കുറിച്ചും GST കുറിച്ചും മാറി മാറി ചോദിക്കും. അപ്പൊ തന്നെ നമ്മൾ സബ്ജക്ട് മാറ്റിയിട്ട് അതിർത്തിയിലെ പട്ടാളക്കാരെ കുറിച്ച് മാത്രം സംസാരിച്ചോ. വളച്ചു തിരിച്ച് പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്കുന്ന ഇവരല്ല രാജ്യദ്രോഹികൾ. ഈ തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവരെയാണ് ഇവരിനി രാജ്യദ്രോഹികളാക്കിയിട്ട് മുദ്ര കുത്താൻ പോകുന്നത്. പുരുഷോത്തമന് ജീവനിൽ കൊതിയില്ലെന്ന് തോന്നുന്നു. ഇനി മഹാവിഷ്ണു അത് ഋഷിക്ക് വിട്ടായിരുന്നോ? ദമു എന്ത് പറ്റിയടാ? ഏയ് ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഇനി നീ എങ്ങാനും ഞാനോ? പോടാ.